നമ്മളിപ്പോൾ ഒരു പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പാനിലേക്ക് എണ്ണ, ഇനിയിപ്പോൾ നമ്മൾ ഇടുന്നത് കുറച്ച് കടുകാണ്. അതിൻ്റെ കൂടെ തന്നെ അത് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ജീരകം, ചെറിയ ജീരകം കേട്ടോ, അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകം, പിന്നെ നമ്മൾ അരിഞ്ഞിട്ട ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉള്ളി, ശരിക്കും നല്ല വൃത്തിയിൽ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് വെളുത്തുള്ളിയൊക്കെ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ ശരിക്കും നമ്മൾ അത് മുരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർക്കാം. ഒരു തക്കാളിയാണ് ഇതിന് ഉപയോഗിച്ചത്. പിന്നെ തക്കാളി ശരിക്കും അതിൽ വെന്ത് വരണം. ചില ആൾക്കാർ തൈരാണ് ഉപയോഗിക്കുക, ചില ആൾക്കാർ തക്കാളി. അപ്പോൾ നമുക്കതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് തക്കാളിയാണ്. തക്കാളിക്ക് പകരം തൈര് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ തക്കാളിയൊക്കെ ശരിക്കും ഇതിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിന് വേണ്ട മസാലകൾ അങ്ങോട്ട് ചേർക്കാം. കുറച്ച് മഞ്ഞൾ പൊടി, കാശ്മീരി ചില്ലി പൗഡറും, പെപ്പറിക്ക, പിന്നെ അതുപോലെ കുരുമുളക് പൊടി. ഇപ്പോൾ ഇത്ര ഇടുന്നില്ല, പിന്നീടാണ് കുറച്ച് കൂടുതൽ ഇടേണ്ടി വരിക. ഇത് നമ്മൾ ശരിക്കും ഒന്ന് വരട്ടിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതിൽ നമുക്ക് ചിക്കൻ ചേർക്കാം. ഏതാണ്ട് ഒരു 1/2 കിലോ ചിക്കനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ സ്വല്പം വെള്ളം ചേർക്കും. ഓക്കെ, നമുക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഇതൊക്കെ മസാലയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് വേണം ശരിക്കും. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ വേണ്ടതെല്ലാം അപ്പം നമ്മൾ ഇളക്കി നോക്കാം. ഇനിയിപ്പോൾ കുരുമുളക് ചേർക്കണം. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കുന്നത് കുരുമുളകാണ് കേട്ടോ. പെപ്പർ ചിക്കനൊക്കെ കുരുമുളകാണ് കൂടുതൽ വരിക. ഒന്ന് ശരിക്കും ഇളക്കി കൊടുക്കാം. നമ്മുടെ പെപ്പർ ചിക്കൻ നന്നായി റെഡി ആയിട്ടുണ്ട്. എന്താ കണ്ടില്ലേ, കുരുമുളകൊക്കെ ശരിക്കും പിടിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്കൊരു സെർവർ പ്ലേറ്റ്, നല്ല ഇതായി വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇത് പൊറോട്ടയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ സാധനമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ പെപ്പർ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നല്ലേ. നന്നായിട്ടുണ്ട്, സൂപ്പർ, നല്ല ടേസ്റ്റ്, നല്ല എരിവുണ്ട്, കുരുമുളക് ഉണ്ടായതുകൊണ്ട്.